ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ ജൂലിറ്റുൻ്റെ അടുത്തുണ്ട് വന്നത്. അവളെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അവൾക്ക് ആഹാരം കിട്ടുന്നുണ്ട്. അവൾ നിൽക്കുന്ന സ്ഥലം സേഫാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ നമ്മൾ ജൂലിനെ വന്ധീകരിക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഇതുപോലെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ അറിയിച്ച് നമ്മുടെ വാർഡ് മെമ്പറൊക്കെ അറിയിച്ച് അവരുടെ ഒരു സഹായം തേടി കുഞ്ഞുങ്ങളെ വന്ധീകരിക്കാവുന്നതാണ്. അതിന് നിങ്ങൾ സംസാരിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ അതുവേണ്ടി സംസാരിക്കാൻ അതിന് പറ്റിയ സംഘടനകളും നമ്മളുടെ കൈവശമുണ്ട്. അപ്പം നിങ്ങളതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാം. അതിന് ശേഷം എന്തായാലും നമ്മുടെ ലിയോൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ലിയോന് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഒരുപാട് ഇത്തിരി ഇട്ടിരുന്നു. അവനൊരു മുറിവൊക്കെ പറ്റിയത് ആരോ ഉപദ്രവിച്ചതാണ് ആ കുഞ്ഞിനെ. അപ്പോൾ മുറിവിൻ്റെ വലിപ്പം കുറഞ്ഞെന്നാണ് പരിസരവാസികൾ പറഞ്ഞത്. അപ്പോൾ ഇന്നാണ് ഞാൻ അവനെ കണ്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കണ്ട് ഗ്രേവിയും മെഡിസിനും ഞാൻ തന്നെ കൊടുത്തു. പിന്നെ ഞാൻ അതിന് മുമ്പ് ഞാൻ അവന് അവിടെ ഭക്ഷണം കൊടുക്കുന്നവരുടെ കയ്യിൽ മരുന്നൊക്കെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്നിടത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. പലരും റെസ്ക്യൂവറെ വിളിക്കണം, വലയിട്ട് പിടിക്കണം ഒക്കെയാണ്. അങ്ങനെയൊന്നും വേണ്ട. 1-2 ദിവസം ഒരു മെഡിസിനും ആഹാരത്തിൽ കലർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ മുറിവിലേക്ക് ഒരു പൗഡർ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കും ഗോഡ് ബാക്ക് പൗഡർ വളരെ നല്ലതാണ്. ഇപ്പോൾ അവൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇട്ട് കൊടുത്താണ് ആ മുറിവിലേക്ക് ആ പൗഡർ. അതാകുമ്പോൾ അവർ അറിയത്ത് പോലും ഇല്ല. അപ്പോൾ നമുക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിയിച്ചതാണ്. ഇത് നമ്മുടെ ഗിലിമോൾക്കുള്ള അവലാണ് കേട്ടോ, ഒരു പാക്കറ്റ് അവൽ. പിന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ടായി. ഇത് നമ്മുടെ ഡാഷ് കുഞ്ഞിനുള്ളത്. പിന്നെ നമ്മുടെ പോപ്പിമോന് ഒരു ഗ്രേവി, പിന്നെ എലിമോൾക്ക് ഡോഗ് ഫുഡ്. ഇവർക്കെല്ലാം നമ്മൾ കൃത്യമായിട്ട് ആഹാരം വാങ്ങിച്ച് ഏൽപ്പിക്കണം അവിടെ. ഞാൻ ഒരു നേരമുള്ള പോകുന്നത് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ. പിന്നെ ഇത് ന്യൂട്രിച്ചാണ്. പിന്നെ അത് നമ്മുടെ ശോശിനുള്ളതാട്ടോ. പിന്നെ ശോശിന് ആഴ്ചയിൽ കൊടുക്കേണ്ട കണ്ണിൽ പീളകെട്ടിനുള്ള മെഡിസിൻ ആണ്. പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ തിരിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മുടെ മീട്ടും എന്നെ കാത്തുക്കുണ്ടായി. മീട്ടും ചിക്കുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മീട്ടുമൊക്കെ അപ്പോൾ അവിടെ അപ്പുറത്തൊരു പരിസരത്തേക്ക് മാറിപ്പോയി, ഒരു കേറ്ററിങ്ങിൻ്റെ സെൻറ്ററിൽ. ചിക്കു സുഖമായിട്ടിരിക്കുന്നു. ഞാൻ മിക്കവാറും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അന്വേഷിച്ച് പോകാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ശോശുവിൻ്റെ അടുത്തുണ്ട് വന്നത്. നമ്മുടെ ശോശുവിന് നമുക്ക് അയണിൻ്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒരു വിളർച്ചയുടെ ഇത്. പ്രത്യേകിച്ചും ശോശുവിന് അവിടെ കുറച്ച് പേര് ബ്രെഡ് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അതാണ് ശോശു എലിമോളുടെ അടുത്തേക്ക് എൻ്റെ കൂടെ കുറച്ച് നേരം വന്നിട്ട്. ശോശു നിൽക്കുന്ന പരിസരത്താണ് എലിമോളുള്ളത്. പിന്നെ എലിമോളുടെ കാര്യത്തിൽ നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എലിമോൾക്ക് നല്ലൊരു സ്ഥലം കിട്ടി. അവൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് കേട്ടോ. എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി അവൾ പ്രഗ്നൻ്റ് ആണെന്നൊരു സംശയവും നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി തൽക്കാലത്തേക്കല്ല, ഒത്തിരി ആശ്വാസം തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഉത്കണ്ഠ എനിക്ക് ഉണ്ടായി. എലിമോളെ എവിടേക്ക് മാറ്റും, പ്രഗ്നൻ്റ് ആയാൽ എന്ത് ചെയ്യും. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു കരങ്ങളിലേക്ക് അവളെ ഏൽപ്പിക്കാൻ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഇനി അവർ എങ്ങനെ നമ്മൾ അകലേക്ക് ഒരുപാട് പേര് നമ്മൾ അന്വേഷിച്ച് വന്നായിരുന്നു. പ്രത്യേകിച്ച് അകലേക്കൊന്നും കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ അവലും അവൾക്കുള്ള ഡോഗ് ഫുഡും വാങ്ങിച്ചിട്ട് അവിടെ ചുമരുമ്പോൾ തൂക്കിയിടാറുണ്ട്. അപ്പോൾ അവർ വന്ന് എടുത്ത് കൊടുക്കും. രാവിലെ അവൽ നനച്ചതും, ഉച്ചയ്ക്ക് ഞാൻ ഹോട്ടലിൽ നിന്ന് ഊണ് വാങ്ങിച്ചു കൊടുക്കും അവൾക്ക്. വൈകുന്നേരം ഡോഗ് ഫുഡ് കുതിർത്തിയത്. അതാണ് നമ്മുടെ എലിമോളുടെ മെനു കേട്ടോ. അപ്പോൾ നല്ല മിടുക്കത്തിയായിട്ടിരിക്കുന്ന ബ്ലഡൊക്കെ വന്നു. ഒട്ടും ബ്ലഡൊന്നും ഉണ്ടായില്ല അവൾക്ക്. അപ്പോൾ എലിമോളെ നമുക്ക് സേഫാക്കാൻ പറ്റി. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ അതേ നമ്മുടെ ശോശി എന്നെ കാത്ത് വീണ്ടും അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ശോശിനെ അധികം നേരം എലിമോളുടെ അടുത്ത് ചിലവഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഭക്ഷണമൊന്നും കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ആദ്യം ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. എന്നാലും പിന്നെ ശോശുവിന് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ശോശുവിന് ഇതുപോലെ നമ്മൾ അവലും കൊടുത്തിട്ടുണ്ട്. അവൾക്ക് അയണിൻ്റെ കുറവ് നല്ലപോലെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒത്തിരി പേരെ സമീപിച്ച് ഇവിടെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ പല സ്ഥലത്തും പല അസുഖങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം ഷെൽട്ടറിലേക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. ഒരു 2 ആഴ്ചയെങ്കിലും അവളെ നിർത്തി പരിചരിച്ച് അവളുടെ ബ്ലഡൊക്കെ എടുത്ത് കൾച്ചർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ മെഡിസിൻ ഞാൻ ചോറിൽ ചേർത്തൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവൽ കൊടുത്തിട്ടുണ്ട്. അവൽ ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ ഒരു കടയിലേക്ക് കയറിയിട്ട് ഭക്ഷണമൊക്കെ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം നേരം ചോദിച്ചു. ആഹാരം കഴിച്ചിട്ട് എൻ്റെ പിന്നാലെ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അവൾ വീണ്ടും എൻ്റെ ഇതെല്ലാം എത്രയായതിന്. അത് കഴിഞ്ഞ് നമ്മുടെ ഡാഷ് കുഞ്ഞിൻ്റെ നാടോനി കുഞ്ഞിൻ്റെ അടുത്ത് വന്നത്. അവർക്ക് ചിക്കൻ്റെ ഇത് വെള്ളം ചേർത്ത് ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 പേരും അർത്തിയോടുകൂടി കഴിച്ചിട്ടോ. പിന്നെ അവർക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് ഉണ്ടെങ്കിലും അവർ ചോറും സാമ്പാറും അതുപോലെ മീനും എല്ലാം കൂടി ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അവർ ആഹാരം കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ക്ഷീണം കാണുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഡോഗ് ഫുഡും അവിടെ വാങ്ങിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. വെള്ളവും ഭക്ഷണം എല്ലാം കൊടുത്തിട്ട് പോരാറ്. ഭയങ്കര പ്രായമുണ്ട് കേട്ടോ നമ്മുടെ ഡാഷ് കുഞ്ഞിന്, പാവം. പിന്നെ അവർ നിൽക്കുന്ന സ്ഥലം സേഫ് ആയതുകൊണ്ട് അവർക്ക് നല്ല സ്വാതന്ത്ര്യവും സ്നേഹമൊക്കെ അവിടെ ഉണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ബ്രീഡുകളൊക്കെ ഉപേക്ഷിക്കുമ്പോൾ അവർ ആ രീതിയിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ബ്ലഡൊക്കെ കുറഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ.
അപ്പോൾ ഇങ്ങനെ നമ്മൾ വീടുകൾ വളർത്തുന്നവർ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉപേക്ഷിക്കപ്പോൾ ആരെങ്കിലും നമ്മൾ അറിവിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിക്കാമെന്നാണ് വിളിച്ചറിയിക്കേണ്ടതാണ് കേട്ടോ. കാരണം പലർക്കും പലരുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഇതുപോലെ ഡോഗുകൾ ഉപേക്ഷിച്ച് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, പക്ഷേ ആരും പ്രതികരിക്കുന്നില്ല. നിങ്ങളാണ് അറിയിച്ചതെന്നൊന്നും ആരും പറയാനോ പോകുന്നില്ല. കാരണം അവർ പിന്നീട് ഒരു ഡോഗിനെ വാങ്ങി വളർത്തി കഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ അവരെ ശിക്ഷിക്കാനോ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കേണ്ടതാണ്. ആരും നിങ്ങളുടെ പേരോ കാര്യങ്ങളൊന്നും പരസ്യമാക്കുന്നതല്ല. ഒത്തിരി ദുരിതങ്ങൾ നമ്മളെ കൺമുമ്പിൽ കാണുന്നുണ്ട് കേട്ടോ. ഒത്തിരി ബ്രീഡ് ഡോഗുകൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വീടുകളിൽ തന്നെ ഉണ്ട് ഉപേക്ഷിക്കപ്പെട്ടത്. ലാബ് പോലുള്ളത് പ്രത്യേകിച്ചും തെരുവിൽ എത്ര എണ്ണമെന്ന്, നമ്മളുടെ കയ്യിൽ തന്നെ 2 ലാബുണ്ട്. പിന്നെ ഇത് നമ്മുടെ സുന്ദരിയുടെ അടുത്ത് വന്നതാണ്. ഇവിടെ ഒരു ഫാം ഉണ്ടായിരുന്നു, അപ്പോൾ അയാൾ ഫാമൊക്കെ നിർത്തി ഉപേക്ഷിച്ച് പോയി. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ആഹാരം കിട്ടാത്തൊക്കെ ഒരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ എനിക്കൊരു സമാധാനം ഇല്ല, ഇവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ചെന്ന് ഒരു നേരത്തെ ആഹാരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സുന്ദരി മിടുക്കത്തിയായിട്ടിരിക്കുന്നു കേട്ടോ. അവളെ എല്ലാം മാറി, വിരൂപത്തൊക്കെ മാറി. അവളെ എങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ മിച്ചമാക്കി കളയുന്ന ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ മതിയല്ലോ. ഒത്തിരി വെള്ളവും ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഞാൻ പോരാറുണ്ട്. നമ്മുടെ ഒരു സമാധാനം, ഒരു സന്തോഷമാണ്. നമ്മളല്ലാതെ അതുങ്ങൾക്ക് ആഹാരം ഭക്ഷണമൊക്കെ കൊടുക്കുക. കാരണം ഒരു സ്ഥലത്തും ഇപ്പം വേസ്റ്റ് പോലും കൊടുക്കുന്നില്ല. തരാ അവിടെ തരാടാ തമ്മേ. ഇപ്പം ഇത്തിരി ക്ഷീണമായി. ഞാൻ നിറച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അവൻ്റെ കൊതി കണ്ടിട്ട്. പതുക്കെ കഴിച്ചാൽ മതിയടാ, പതുക്കെ കഴിച്ചാൽ മതി കേട്ടാ. പോപ്പിയേ ഞാൻ അതാരം നിറച്ചെടുത്തുകൊണ്ട് വന്നു. ആഹാരത്തോട് എപ്പോഴും കൊതിയാണ് നമ്മുടെ പോപ്പി കുഞ്ഞിനെ. ചിലപ്പോൾ അവനെ അഴിച്ചുവിടാത്തത് കൊണ്ടായിരിക്കാം, എപ്പോഴും കെട്ടിയിട്ടാണല്ലോ അവനെ വളർത്തുന്നത്. അവനതിൽ സന്തോഷമുള്ളൂ, പക്ഷേ ആഹാരത്തിനോട് വല്ലാത്തൊരു ഇത് കുഞ്ഞ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണും, നിങ്ങൾക്ക് അറിയാം, ഡെയിലി ഒന്നും എനിക്ക് വീഡിയോ ഒന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അതിന് പ്രധാന കാരണം എനിക്ക് രണ്ടും കൂടി നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് എന്നെ സഹായിക്കുക, കമൻ്റ് എല്ലാം ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക.